നമസ്കാരം. പ്രധാന വാർത്തകൾ. ഖത്തറിൽ വേനൽ മഴയെത്തി. ഇന്നും മഴയ്ക്ക് സാധ്യത. മനുഷ്യക്കടത്തും അധാർമിക പ്രവൃത്തിയും വിദേശികൾ ഒമാനിൽ അറസ്റ്റിൽ. ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നായി അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. കുവൈറ്റ് കലാകാരൻ മുഹമ്മദ് അൽ മുന അന്തരിച്ചു. വിട പറഞ്ഞത് ഗൾഫിന്റെ അതുല്യ പ്രതിഭ. ദുബായിൽ മദ്യപിച്ച് വാഹനമോടിച്ച പ്രവാസിക്ക് 5 ലക്ഷത്തിലധികം രൂപ പിഴ. ബഹിരാകാശ സഞ്ചാരി ജിം ലോവൽ അന്തരിച്ചു. അപ്പോളോ 13 ചാന്ദ്ര ദൗത്യത്തിന്റെ കമാൻഡർ. വാർത്തകൾ വിശദമാകുന്നു. വിമാനത്തിനുള്ളിൽ പവർ ബാങ്ക് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ച് എമിറേറ്റ്സ് എയർലൈൻസ്. UAEയുടെ എമിറേറ്റ്സ് വിമാനത്തിനുള്ളിൽ യാത്രക്കാർ പവർ ബാങ്ക് ഉപയോഗിക്കുന്നതിന് ഒക്ടോബർ 1 മുതലാണ് വിലക്ക്. ക്യാബിൻ ചെക്ക് ഇൻ ബാഗേജുകളിലൊന്നും പവർ ബാങ്കുകൾ അനുവദിക്കില്ല. 100 വാട്ട് മണിക്കൂറിൽ കുറഞ്ഞ ശേഷിയുള്ള ഒരു പവർ ബാങ്ക് മാത്രമാണ് ഉപയോഗിക്കാൻ അനുമതി. വിമാനത്തിലെ സീറ്റ് പോക്കറ്റിലോ അല്ലെങ്കിൽ സീറ്റിന് കീഴിലെ ബാഗിനുള്ളിലോ മാത്രമേ ഇവ സൂക്ഷിക്കാനും പാടുള്ളൂ. ഒരു വെളിപ്പാടകലെ ഞങ്ങളുണ്ട് എന്ന സന്ദേശവുമായി സ്ത്രീകൾക്കായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ നേതൃത്വത്തിൽ റൈസ് എന്ന പദ്ധതിക്ക് തുടക്കമായി. തുടക്കത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, റൈസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഇപ്പം നിലവിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. പ്രാഥമികമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ പരിപാടി നടത്തുന്ന സമയത്ത് ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയും ആളുകൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻഷ്യാലിറ്റി, കമ്പാഷൻ, കെയർ, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രാഥമികമായിട്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ കേസുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അപ്പോൾ നമ്മൾ ആളുകൾ പറയുമെങ്കിലും അത് പക്ഷേ ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നതാണ് അവരോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം മര്യാദ എന്ന ഒരു ബോധ്യം കൂടെ ഞങ്ങളുടെ അടുത്തുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്ന് പറയുന്നത്, ഷാർജയിൽ നടന്ന ദാരുണമായ 2 സംഭവങ്ങൾ ഈ ഹാപ്പിനെസ്സിന് വേണ്ടി ഒരു മിനിസ്ട്രിയുള്ള ഒരു നാട്ടിൽ അത് ഷാർജയിൽ വെച്ച് നടക്കുമ്പോൾ ഇവിടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന സ്ലോഗണിന് ചില ചാലഞ്ചസ് വരുന്നതായിട്ടുള്ള ഇവിടുത്തെ അധികാരികൾക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വിദേശികളൊന്നോ അല്ലെങ്കിൽ സ്വദേശികളൊന്നും ഇല്ലാതെ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംവിധാനം അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് ഇവിടുത്തെ റൂളിംഗ് ഫാമിലിയുടെയും ഇവിടുത്തെ ഗവൺമെന്റിന്റെയും നിലപാട്. സന്തോഷം അനുഭവിക്കുക എന്നത് സ്വദേശിയുടെയും വിദേശിയുടെയും അവകാശമായി കണക്കാക്കുന്ന നിലപാടാണ് UAE ഭരണകൂടത്തിന്റേത്. ഈ നിലപാടിന് ഘടകവിരുദ്ധമായി മലയാളി സമൂഹത്തിൽ നടന്ന 2 സ്ത്രീകളുടെ ആത്മഹത്യകളാണ് ഇത്തരം ഒരു സംഘടന രൂപീകരിക്കാൻ പ്രേരണയായത്. ഇന്ത്യൻ കോൺസുലേറ്റും ഷാർജ കമ്മ്യൂണിറ്റി പോലീസും സംയുക്തമായി ചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. സഹായം ആവശ്യമായി വരുന്ന ഏതൊരവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റൈസിലേക്ക് വിളിക്കേണ്ട കോൺടാക്ട് നമ്പർ 0656108. വാർത്തകളുടെ അവസാനിക്കുന്ന വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ ലക്കി സെന്റർ ആൻഡ് ലക്കി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, അജ്മാൻ.